ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ തുടരണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരണം 2000 കടന്നതിന് പിന്നാലെയാണ് ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച ട്രംപ് റദ്ദാക്കിയത്. പ്രതിഷേധക്കാരെ ദേശസ്നേഹികളെന്ന് അഭിസംബോധന ചെയ്താണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. സ്ഥാപനങ്ങൾ കൈയടക്കുക, തെരുവിലിറങ്ങുക, പ്രതിഷേധങ്ങൾ തുടരുക എന്നിങ്ങനെയാണ് ആഹ്വാനം. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ അവസാനിക്കും വരെ ചർച്ചയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. 17 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രക്ഷോഭകരെ സുരക്ഷാസേനയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ദൃക്സാക്ഷികൾ ആരോപിച്ചു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. അതിനിടെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദേശ ശക്തികളുടെ പിന്തുണയുള്ള കലാപങ്ങളാണെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലണ്ടൻ, പാരീസ്, ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചരിത്ര നേട്ടം. 2025 എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ 917 ബില്യൺ ദിർഹത്തിലെത്തിയതായി ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. 2,15,000 വസ്തു ഇടപാടുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർധനവോടെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ദുബായ് ചരിത്ര നേട്ടം കുറിച്ചത്. ആഗോള റിയൽ എസ്റ്റേറ്റ് ഹബ്ബായ ദുബായ് കണക്കുകൾ ഉയർത്തി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇടപാടുകളുടെ എണ്ണത്തിൽ 18.7%, മൊത്തം മൂല്യത്തിൽ 30.9% വളർച്ചയുണ്ടായി. 2,15,000-ലധികം വസ്തു ഇടപാടുകൾ നടന്നു. പുതുതായി 1,29,000-ലധികം നിക്ഷേപകരാണ് ഉണ്ടായിരിക്കുന്നത്. ദുബായിൽ സ്ഥിരതാമസക്കാരായ നിക്ഷേപകരുടെ എണ്ണം 56,000 കടന്നു. ആഡംബര പ്രോപ്പർട്ടികളിലുള്ള നിക്ഷേപം 5% വർദ്ധിച്ചു. അൽബർഷ, സൗത്ത് ഫോർത്ത്, ബിസിനസ് ബേ, വാദി അൽ സഫ 5, ദുബായ് എയർപോർട്ട് സിറ്റി, ദുബായ് മറീന, ജബലലി തുടങ്ങിയ ഇടങ്ങളിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ നടക്കുന്നത്. ദുബായ് എക്കണോമിക് അജണ്ട D33 പ്രകാരം 2033-നകം 1 ലക്ഷം കോടി ദിർഹമിന്റെ ഇടപാടുകൾ നടത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ ഈ ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്താൻ ദുബായിക്കായി. വനിതാ നിക്ഷേപകരുടെ എണ്ണത്തിലും വലിയ വർധനവാണുള്ളത്. ദുബായിൽ വിശ്വാസമർപ്പിച്ച നിക്ഷേപകർക്ക് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം നന്ദി പറഞ്ഞു. നിക്ഷേപകർക്ക് വേണ്ട എല്ലാ പിന്തുണയും സൗകര്യവും നൽകുന്നതുകൊണ്ടാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 ദുബായ്. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി തൃശൂർ അക്കിക്കാവിൽ വീടിന് തീപിടിച്ചു. 6 കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തറമേൽ മാധവന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം? തീ ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്താണ് സൂരജ്? രാത്രി 10:30 തൃശൂർ അക്കിക്കാവിൽ വീടിന് തീപിടുത്തം ഉണ്ടാകുന്നത്. വലിയ തീപിടുത്തമാണ് ഈ പെരുമ്പിലാവിനടുത്ത് അക്കിക്കാവിൽ ഉണ്ടായിരിക്കുന്ന. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി എന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കിക്കാട് സ്വദേശിയായിട്ടുള്ള മാധവന്റെ വീടിനാണ് ഈ തീ പിടിച്ചത്. വീട്ടിലുണ്ടായിരുന്ന പ്രായമായവർ ഉൾപ്പെടെ 6 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. 10:30 വീടിനുള്ളിൽ നിന്ന് പുക ഉയർന്ന ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വീടിനകത്തുണ്ടായിരുന്നവർ ഓടി പുറത്തേക്കിറങ്ങുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വീട് പൂർണ്ണമായും അഗ്നിക്കിരയാകുകയും ചെയ്തു. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. ഇതോടുകൂടി കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. വീട്ടുപകരണങ്ങളും അതോടൊപ്പം തന്നെ രേഖകളും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും ഈ അഗ്നിക്കിരയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. TK സൂരജ്, രാത്രി സമയമാണ്, വീട്ടിലാളുണ്ടാവും. എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് സൂരജ്?
ടിക്ക് ഈ പുക ഉയരുന്നത് കണ്ട് പുറത്തേക്ക് ഓടി ഇറങ്ങിയതിനാലാണ് ഇവർക്ക് ഈ അപകടമൊന്നും സംഭവിക്കാതെ തന്നെ ഇവർ രക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ വീടിനകത്തേക്ക് ഈ പുക ഉയർന്നു എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇതോടുകൂടി ഈ പ്രായമായവർ അടക്കമുള്ളവരെ പുറത്തേക്ക് എത്തിക്കുകയും ബാക്കിയുള്ളവർ ഓടി മാറുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷങ്ങൾക്കകം തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തി. അതാണ് ഇവർ പറയുന്ന ഒരു അപകടത്തിൽ നിന്ന് തങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് കുടുംബം പറയുന്നത്. അതുകൊണ്ടാണ് നിമിഷങ്ങളുടെ ഇടവേളയിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്, മറ്റിടങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വെളിവാക്കുന്നുണ്ട്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഫയർഫോഴ്സ് ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. എന്നാലും തീ അതായത് നിയന്ത്രണം കൺട്രോൾ ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം പൂർണ്ണമായും തന്നെ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂർ അക്കിക്കാവിലാണ് വീടിന് തീപിടിച്ചത്. 6 പേർ ആ വീട്ടിലുണ്ടായിരുന്നു. അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. UAE-യിൽ വരാനിരിക്കുന്നത് അതിശൈത്യത്തിന്റെ ദിനങ്ങളെന്ന് മുന്നറിയിപ്പ്. ശബാത്ത് സീസൺ നാളെ ആരംഭിക്കും. മറ്റന്നാൾ മുതൽ രാത്രികളിൽ കനത്ത തണുപ്പായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ശൈത്യകാലത്തിന്റെ 2ാം ഘട്ടമായ ഏറ്റവും തീവ്രതയേറിയ ശബാത്ത് സീസൺ നാളെ ആരംഭിക്കുമെന്നാണ് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ മുന്നറിയിപ്പ്. മറ്റന്നാൾ മുതൽ 8 രാത്രികളിൽ അൽ അസീറക്ക് എന്നറിയപ്പെടുന്ന കൊടും തണുപ്പെത്തും. മരുഭൂമികളിലും തുറന്ന പ്രദേശങ്ങളിലും ശക്തമായ തണുപ്പ് അനുഭവപ്പെടും. ഫെബ്രുവരി 1-നും 12-നും ഇടയിൽ തണുപ്പ് വീണ്ടും കൂടും. ശബാത്ത് സീസണിന്റെ 2ാം ഘട്ടമാണിത്. UAE-യിൽ ജനുവരി 15-നും 25-നും ഇടയിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടാറുള്ളത്. താപനില ഈ കാലയളവിൽ 8 മുതൽ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്താറുണ്ട്. ഇത്തവണയും സമാനമായ നിലയിൽ താപനില എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂടൽമഞ്ഞ് കൂടുന്നതിനാൽ അതിരാവിലെ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 ദുബായ്. റാസൽ ഖൈമയിൽ മലയാളി നഴ്സസിന്റെ കുടുംബ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടന്നു. ന്യൂ ഇയർ ബാഷ് സീസൺ 3 എന്ന പേരിലായിരുന്നു പരിപാടി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷം. EMNF സെക്രട്ടറി സുബിൻ ബാലകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. EMNF റാസൽ ഖൈമ യൂണിറ്റ് ഭാരവാഹികളായ ഷിജി, ടിജോ, ഐഫ, ചിന്നു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റാസൽ ഖൈമ കേരള ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ അബൂബക്കർ, യാബ് ലീഗൽ പ്രതിനിധി ഫർസാന തുടങ്ങിയവർ പങ്കെടുത്തു. UAE അന്താരാഷ്ട്ര ഫോർമുല 4 പവർ ബോട്ട് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 17-18 തീയതികളിൽ നടക്കുമെന്ന് അബുദാബി മറൈൻ സ്പോർട്ട് ക്ലബ്ബ്. മറൈൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അബുദാബി കോർണിഷിലാണ് ആവേശകരമായ മത്സരങ്ങൾ നടക്കുക. എലൈറ്റ് സ്പീഡ് ബോട്ട് റേസർമാരുടെ പങ്കാളിത്തത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. UAE, സൗദി അറേബ്യ, സുഡാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 12 ബോട്ടുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിയും നിലവിലെ അമേരിക്കൻ അംബാസിഡറുമായ കെവിൻ റൂഡ് പദവിയൊഴിയുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഓസ്ട്രേലിയയുടെ അമേരിക്കൻ അംബാസിഡർ കെവിൻ റഡ് തന്റെ പദവിയൊഴിയാൻ ഒരുങ്ങുന്നതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 2026 മാർച്ച് 31-ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഏഷ്യ സൊസൈറ്റി തിങ്ക് ടാങ്കിന്റെ ആഗോള പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയായ കെവിൻ റഡ് 2023 മാർച്ചിലാണ് അംബാസിഡറായി ചുമതലയേറ്റത്. അതിനുശേഷം ഓസ്ട്രേലിയൻ നയതന്ത്ര രംഗത്ത് നിർണായകമായ നിരവധി ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് കെവിൻ റഡിന്റെ പ്രവർത്തനങ്ങളെ ഏറെ പ്രശംസിക്കുകയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങളുമായി ഒരുപോലെ മികച്ച ബന്ധം നിലനിർത്തിക്കൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹം സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള ആധുനിക മേഖലകളിൽ ഉഭയകക്ഷി കരാറുകൾ ഉറപ്പിക്കുന്നതിൽ റഡിന്റെ പങ്ക് വലുതായിരുന്നു. മൈക്രോസോഫ്റ്റ്, ആമസോൺ വെബ് സർവീസസ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് $50 ബില്യൺ വരുന്ന അമേരിക്കൻ നിക്ഷേപം ഓസ്ട്രേലിയയ്ക്ക് ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ ഓക്കസ് അന്തർവാഹിനി കരാറിന്റെ മുന്നോട്ടു പോക്കിനും ജൂലിയൻ അസാഞ്ചിനെ ഓസ്ട്രേലിയയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചു. അമേരിക്കയുമായുള്ള ഓസ്ട്രേലിയയുടെ ബന്ധം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഈ വേളയിൽ ഈ നയതന്ത്ര പദവിക്ക് ആര് നേതൃത്വം നൽകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ദീർഘകാലത്തെ പൊതുജീവിതത്തിന് ശേഷം പുതിയൊരു ദൗത്യത്തിലേക്ക് കടക്കുന്ന കെവിൻ റഡിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാൾഡ്.
ഒമാൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സുൽത്താന്റെ മകൻ സയ്യിദ് യസീൻ ഉൾപ്പെടെ 3 മന്ത്രിമാരാണ് പുതിയ കൗൺസിലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒമാനിലെ പുതുക്കിയ മന്ത്രിസഭയിൽ സുൽത്താന്റെ മകനും സാംസ്കാരിക കായിക യുവജന മന്ത്രിയുമായിരുന്ന സായിദ് ദി യാസീൻ ബിൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദിനെ സാമ്പത്തിക കാര്യ ചുമതലയിലുള്ള ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു. മറ്റൊരു മകൻ സായിദ് ബിലറബ് ബിൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദിനെ മന്ത്രിയും മസ്കത്ത് ഗവർണറുമായി നിയമിച്ചു. വാണിജ്യ വ്യവസായ വകുപ്പിലും ടൂറിസം വകുപ്പിലും മന്ത്രിമാരെ മാറ്റി നിയമിച്ചിട്ടുണ്ട്. ദിവാൻ ഓഫ് റോയൽ കോടതി ഉപദേഷ്ടാവായി ഷൈഖ് ഡോക്ടർ അലി ബിൻ മസൂദ് ബിൻ അലി അൽ സുനൈദിനെയും സാമ്പത്തിക കാര്യങ്ങളുടെ ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമ്പത്തിക ഉപദേഷ്ടാവായി ഡോക്ടർ സയ്യിദ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ സഖ്രിയെയും നിയമിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ അംബാസിഡർ അറ്റ്ലാർജായി ഷൈഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബിൻ സാഹിർ അൽ ഹിനായിക്ക് പദവി നൽകി. നിരവധി അണ്ടർ സെക്രട്ടറിമാരെയും പുതുതായി നിയമിച്ചിട്ടുണ്ട്. 24 മസ്കറ്റ്. യുഎയിലെ കുന്നംകുളം നിവാസികളുടെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ സമത കുന്നംകുളം സെൻട്രൽ സമ്മേളനം കെ രാധാകൃഷ്ണൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA മുഖ്യ അതിഥിയായി. ലോക കേരള സഭ അംഗം അബ്ദുൽ ഹമീദ് TK, സമത സെക്രട്ടേറിയറ്റ് അംഗം ഷാജൻ കുണ്ടുകുളം എന്നിവർ സംസാരിച്ചു. 200ഓളം വരുന്ന പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമത പ്രസിഡന്റ് സുശീൽ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം മണി ഉപ്പത്തിൽ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അബുദാബി സുസ്ഥിരതാ വാരം പരിപാടികൾ പുരോഗമിക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളുടെ നേതാക്കൾ ഉദ്ഘാടന വേദിയിൽ എത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നേതൃത്വത്തിൽ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ, മദ്ദാർ സിറ്റി, ICC അബുദാബി എന്നിവിടങ്ങളിലാണ് സുസ്ഥിരതാ വാരവുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുന്നത്. ദ നെക്സസ് ഓഫ് നെക്സ്റ്റ് ഓൾ സിസ്റ്റംസ് ഗോ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ധനകാര്യം, സാങ്കേതിക വിദ്യ, കമ്മ്യൂണിറ്റി തുടങ്ങിയ മേഖലകളെ ഭാവി ആവശ്യങ്ങൾക്കനുസൃതമായി ഏത് വിധത്തിൽ വികസിപ്പിക്കാമെന്നതാണ് സുസ്ഥിരതാ വാരത്തിലെ പ്രധാന ചർച്ച. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ അസംബ്ലി സുസ്ഥിരതാ വാരത്തിന്റെ ഭാഗമായി നടന്നു. 171 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അസംബ്ലിയുടെ ഭാഗമായി. പ്രാദേശിക ഊർജ്ജ പരിവർത്തനങ്ങൾ, പവർ ഗ്രിഡുകൾ, ഡിജിറ്റൽ നവീകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിരത, വ്യോമയാന ഇന്ധനം, ഹരിത നിർമ്മാണം, കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ എന്നിവയിൽ അസംബ്ലിയിൽ ചർച്ച നടന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉദ്ഘാടനം നടത്തി. സയ്യിദ് സസ്റ്റൈനബിലിറ്റി പ്രൈസ് വിതരണവും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. വിവിധ രാജ്യങ്ങളുടെ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന ഷോർട്ട് ഫിലിമും ഉദ്ഘാടന വേദിയിൽ പ്രദർശിപ്പിച്ചു. In Singapore, N&E Innovations tackles food loss with a biodegradable, food-safe antimicrobial technology made from upcycled waste. We want to create a more sustainable planet for the future generations. In Brazil, Status4 uses AI-powered sensors to detect വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ്, യൂത്ത് ഫോർ സസ്റ്റൈനബിലിറ്റി ഫോറം, ഗ്ലോബൽ സൗത്ത് യൂട്ടിലിറ്റി ഫോറം, ബ്ലൂ ഫോറം തുടങ്ങിയ ചർച്ചകൾ പരിപാടിയുടെ ഭാഗമാകും. ആഗോള സ്വാധീനം വികസിപ്പിക്കുക, വിവിധ മേഖലകൾക്കിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക, ജീവിത പുരോഗതി വേഗത്തിലാക്കുക എന്നിവയും സുസ്ഥിരതാ വാരത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. 24 ദുബായ്. ദുബായ് റോഡ് ടോൾ സിസ്റ്റമായ സാലിക്കിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമം. വ്യാജ പരസ്യങ്ങളിലൂടെ നിക്ഷേപകരെ തേടിയാണ് തട്ടിപ്പിന് ശ്രമിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ മെസ്സേജ് അയച്ചും പോസ്റ്ററുകൾ ഷെയർ ചെയ്തുമാണ് തട്ടിപ്പുകാർ വലവിരിക്കുന്നത്. ഷെയറുകൾ വിൽക്കാനുണ്ടെന്ന് കാട്ടി പ്രചരിക്കുന്ന പരസ്യം തങ്ങളുടേതല്ലെന്ന് സാലിക്ക് വ്യക്തമാക്കി. ദുബായ് ഫിനാൻഷ്യൽ ആപ്പ് വഴിയോ അംഗീകൃത ബ്രോക്കർമാർ വഴിയോ മാത്രമേ ഷെയറുകൾ വിൽക്കുകയുള്ളൂവെന്നും പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും സാലിക് അതോറിറ്റി വ്യക്തമാക്കി. റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലക്കാരുടെ കൂട്ടായ്മയായ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഫൈസൽ തമ്പലക്കോടിനെയും സെക്രട്ടറിയായി സഫീർ തലാപ്പിലിനെയും തെരഞ്ഞെടുത്തു. ട്രഷററായി അബ്ദുൽ കരീം ഒളവട്ടൂരിനെയും ചീഫ് കോർഡിനേറ്ററായി ഷിഹാബുദ്ദീൻ APയെയും തെരഞ്ഞെടുത്തു.
ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യും. കൊല്ലം വിജിലൻസ് കോടതിയാണ് അനുമതി നൽകിയത്. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 19 പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക ശില്പ കേസിൽ പ്രതി ചേർത്തതായി SIT കോടതി ഇന്ന് അറിയിച്ചു. കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വിജിലൻസ് കോടതിയുടെ അനുമതിയും SIT തേടി. SIT ആവശ്യം പരിഗണിച്ച കോടതി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അനുമതി നൽകി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 19 മാറ്റി. SIT റിപ്പോർട്ടും കോടതി തേടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 27 പത്മകുമാറിനെ വീണ്ടും ഹാജരാക്കണം. 24 കൊല്ലം. ഇനി ശബരിമല വിശേഷങ്ങൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർ സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചു തുടങ്ങി. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. രണ്ട് ദിവസമായി പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് തെളിയുന്നത് കാണാൻ പറ്റുന്ന മേഖലകളിലാണ് ഭൂരിഭാഗം ഭക്തരും തമ്പടിച്ചിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളൽ കൂടി കഴിഞ്ഞതോടെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് മല ചവിട്ടി തുടങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള യാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. മകരവിളക്ക് ദിവസമായ നാളെ 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് സന്നിധാനത്തേക്കുള്ള പ്രവേശനം. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനം കൂടാതെ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുൽമേട് അടക്കമുള്ള മേഖലകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയം. ഗുജറാത്ത് ജയൻസിനെ 7 വിക്കറ്റിന് തകർത്തു. 193 റൺസ് വിജയലക്ഷ്യം. 4 പന്ത് ബാക്കി നിൽക്കെ മുംബൈ മറികടക്കുകയായിരുന്നു. പുറത്താകാതെ 71 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് മുംബൈയുടെ വിജയശില്പി. 40 റൺസ് എടുത്ത അമർജോത് കൗർ, പുറത്താകാതെ 38 റൺസ് നേടിയ നിക്കോള കാരി എന്നിവരും മുംബൈയുടെ ജയത്തിൽ നിർണായകമായി. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 192 റൺസ് നേടിയത്. രണ്ടാം ജയത്തോടെ നിലവിലെ ജേതാക്കൾ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ആദ്യ തോൽവി വഴങ്ങിയ ഗുജറാത്ത് 3ാം സ്ഥാനത്തേക്ക് വീണു. മുൻ MLAയും CPIM നേതാവുമായിരുന്ന ഐഷ പൊറ്റി കോൺഗ്രസിൽ. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പൊറ്റി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അധികാരമോഹിയല്ലെന്നും എളിയ പ്രവർത്തകയായി കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും ഐഷ പൊറ്റി 24 പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പൊറ്റി UDF സ്ഥാനാർത്ഥിയായേക്കും. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLAയായ ഐഷ പൊറ്റി CPIയുമായുള്ള 3 പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലെത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിലെത്തി KPCC അധ്യക്ഷനിൽ നിന്ന് ഐഷ പൊറ്റി അംഗത്വം സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപായി UDFന്റെ മക്കളേക്ക് LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. കേരള ജനത ഞങ്ങളെല്ലാം പറയുന്ന പോലെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആ സൂചനകളുണ്ടാവും. ആ സൂചനകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ മാറ്റവും. പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഐഷ പൊറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പൊറ്റി സ്ഥാനാർത്ഥിയാകും. താൻ അധികാരമോഹിയല്ലെന്ന് ഐഷ പൊറ്റി. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഐഷ പൊറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷ പൊറ്റി. വർഗവഞ്ചന എന്ന് ഐഷ പൊറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഐഷ പൊറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പൊറ്റി ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. ഏറെ നാളായി CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഐഷ പൊറ്റി.
പാർട്ടിയിൽ സജീവമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഐഷ പോറ്റിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുത്തതും ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യ പോസ്റ്റ് തിരുത്തിയിറക്കിയ കുറിപ്പിലാണ് LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDF-ൽ തുടരുമെന്നറിയിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യും പോസ്റ്റ് ഇട്ടതിനു ശേഷമാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചത്. ജോസ് കെ മാണി LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് CPIM നേതൃത്വം സ്ഥിരീകരിച്ചു. UDF പ്രവേശത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിനകത്ത് രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് കൂടി അറിയിച്ചിരിക്കുന്നത്. UDF പ്രവേശത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനോട് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ഫേസ്ബുക്കിൽ ഇരുവരും പോസ്റ്റിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണി നിലപാടിൽ വ്യക്തത വരുത്തിയത്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കില്ല. പകരം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂരുവിൻ്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്ത് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഭാഗമാണത്. ജോസ് കെ മാണി വിഭാഗത്തിലെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരുടെയും പിന്നാലെ നടക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പ്രതികരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ UDF ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കേരള കോൺഗ്രസ് UDF-ലേക്ക് വരുന്നതിനെ തങ്ങൾ ഭയക്കുന്നില്ലെന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ്. നോട്ടീസിൽ പോലും പേര് വെക്കാതെ അവഗണിച്ചപ്പോഴാണ് താൻ CPIM വിട്ടതെന്ന് ഐഷ പോറ്റി. ജോസഫ് ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. രണ്ടില കൈയിലേക്കോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. ജോസ് കെ മാണിയില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDF-ഉം ശക്തി തെളിയിച്ചിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ്. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കട്ടെ എന്നും മോൻസ് ജോസഫ്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറയുന്നു, ഞങ്ങൾക്കിതിൽ ഒരു അലോസരമില്ല. ജോസ് കെ മാണി വിഭാഗം എന്നുള്ളതല്ല, UDF-ന് ഗുണം ചെയ്യുന്ന കക്ഷികൾ, UDF-ന് വിശ്വാസമുള്ളവർ, അങ്ങനെയുള്ളവർ വരുന്നതിനെ UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പമുള്ള കേരള കോൺഗ്രസും അവസരോചിതമായ തീരുമാനമെടുത്ത് അവർ UDF-ലേക്ക് വരാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നോട്ടീസിൽ പോലും പേര് വയ്ക്കാതെ അവഗണിച്ചപ്പോഴാണ് CPIM വിട്ടതെന്ന് ഐഷ പോറ്റി. കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള വാർത്തകളെക്കുറിച്ച് അറിയില്ലെന്നും പ്രതികരണം. ഒരു പരിപാടിയിൽ പോലും ഞാനെന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു മെൻഷൻ ഇല്ല. ഈ അവഗണന എന്ന് പറയുമ്പോൾ സ്ഥാനം തരുന്നു എന്നുള്ളത് ഒരിക്കലും അർത്ഥമാക്കുമല്ല. KM മാണിയെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് UDF എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയെ കടന്നാക്രമിക്കാൻ അതിന്റെ ഭാഗമായി വാർത്തകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന് കോട്ടയത്തിരുന്ന് അതിന്റെ നേരിട്ടുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള കോൺഗ്രസ് UDF-നെ തിരഞ്ഞെടുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ മുണ്ടക്കയം പറഞ്ഞു. പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ തോൽവി ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ UDF-ലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടുകൂടി ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.